God, he will have to take on the term the firstborn. ഒരു മകൻ മാത്രമുള്ളപ്പോഴേ ഞാൻ വീട്ടിലെ ഏക സന്താനമാണെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ. Only when there is one child, one son, can he say, I am the only son, only child. രണ്ടാമതൊരാളും കൂടെ ജനിച്ചു കഴിയുമ്പോൾ അയാൾ ഏകജാതനാകുന്നില്ല. When there is a second, no longer is he the first or the only child. അപ്പം ദൈവം തൻ്റെ കുടുംബത്തെ വിശാലമാക്കാൻ ശ്രമിച്ചപ്പോൾ, so when God intended to expand his family, ദൈവം ആദം ഹവ്വമാരെ സൃഷ്ടിക്കുകയുണ്ടായി. he created Adam and Eve. താൻ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. He created them in his own image. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് തൻ്റെ മക്കൾ ആയി ഫാമിലിയിൽ കഴിയേണ്ടതിന് വേണ്ടിയാണ്. The reason why he created them in his own image is because they belong to his family. പക്ഷേ അവിടെ വീഴ്ച സംഭവിച്ചു. But there was a fall. ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ വെളിയിലാക്കി. They were cast out from the Garden of Eden. ആ പദ്ധതി മനുഷ്യൻ താറുമാറാക്കി കളഞ്ഞു. That plan of God, man destroyed it. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ ആ പദ്ധതി വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്ന സംഗതിയാണ് ഈ രക്ഷാതത്വശാസ്ത്രം എന്ന് പറയുന്നത്. So soteriology or doctrine of salvation is restoring or redeeming that fallen nature back to what it was. നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏദൻ തോട്ടത്തിൽ ആദമഹവ്വമാർ ആയിരുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. വിശദമായി നമുക്ക് യാതൊന്നും അറിയത്തില്ല. We read of Adam and Eve in the Garden of Eden, but we do not know too many details. അവരേത് പോയിന്റിൽ എത്തിച്ചേരുമായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. We do not know at which point or what point they could have reached. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. But we know one thing. ഇന്ന് യേശുക്രിസ്തുവിൽ കൂടെ മനുഷ്യനെ ഏതൊരു പോയിന്റിൽ എത്തിക്കാനാണോ ദൈവം പദ്ധതിയിട്ടിരുന്നത്, അതുതന്നെയായിരുന്നു അന്നും ദൈവത്തിന് മനസ്സിലുണ്ടായിരുന്നത്. But what we know is this: the very point that God intended for man to get to through Christ, that was the very point that he intended of Adam and Eve when he created them. മനുഷ്യൻ വീണു എന്ന് പറഞ്ഞാൽ, അവന് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവന് കുറേ കാര്യങ്ങൾ നഷ്ടമായി എന്നാണ് അതിൻ്റെ അർത്ഥം. So when we say that man has fallen, it means that man has lost quite a few things. ഒരു 6-7 കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ഇട്ട് നഷ്ടമായ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനായി സാധിക്കും. We can create a list of 6 or 7 things that they lost. അതിലെ പ്രധാനമായിട്ടുള്ളതാണ് ഗ്ലോറി അഥവാ തേജസ്. And the first among of that list is his glory. അവനൊരു വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അന്ന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരുന്നതുകൊണ്ട് അവൻ തേജസ് കൊടുത്തവനായിരുന്നു. When they were created, they did not necessarily need clothing because they were covered with God's glory. കാരണം ദൈവം തേജസ് ധരിച്ചിരിക്കുന്നവനാണ്. Because God is covered in glory himself. അപ്പോൾ ആ നിലവാരത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. And so it is only in that level can anybody in the family of God live. ഇന്നത്തെ മനുഷ്യൻ്റെ നിലവാരത്തിൽ അവന് പൂർണ്ണ അളവിൽ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. We cannot claim that living as though we live today, in the level that we live today, we can inherit or claim everything within the family of God. നമ്മൾ ആ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. We are progressing towards the point. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1 ഏകജാതനെ ആദിജനാക്കുക, 2 ദൈവത്തിൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കുക. So in the plan of God, 2 things need to happen. First, that Christ would be the firstborn from being the only child. Second, we become more conformed to his image. ആദമിന് വീഴ്ച സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൽ രണ്ടും അവൻ അന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പോയിന്റായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So what we have to understand is that if Adam and Eve had not fallen, certainly they would have reached that point which Christ is trying to restore. എന്നാൽ ആദമിന് വീഴ്ച വന്നതുകൊണ്ട്
ആ വീഴ്ച വന്ന സ്ഥാനത്ത് അത് നികത്താൻ വേണ്ടി, അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. So Jesus Christ came into the world to restore the status, the relationship, or the point which man lost as a result of his fall. മനുഷ്യൻ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കാനും, കുരുടന്മാർക്ക് കേൾവി കൊടുക്കാനും, മുടന്തന്മാർക്ക് സൗഖ്യം കൊടുക്കാനും, മരിച്ചവരെ ഉയർപ്പിക്കാനൊക്കെ യേശു ക്രിസ്തു വന്നെന്ന കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. At least some of us believe that Christ came to the earth to heal sicknesses and to raise people from the dead. താൻ വന്ന കൂട്ടത്തിൽ അതും ചെയ്തു എന്നുള്ളതല്ലാതെ അൾട്ടിമേറ്റ് പർപ്പസ് അതല്ലായിരുന്നു. Certainly he did that as part of his coming, but that was not his ultimate purpose. അങ്ങനെ ചെയ്തിട്ട് യേശു പോയിരുന്നെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ യേശുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. If Christ had only done that and left, he would not be counted as one of the prophets. യേശുവിൻ്റെ ആ അൾട്ടിമേറ്റ് പേർപ്പസിലേക്കുള്ള തൻ്റെ യാത്രയിൽ അതും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. What we understand is that he also did those things on his journey to his ultimate purpose. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെല്ലാം മനുഷ്യന് പാപം നിമിത്തം നഷ്ടപ്പെട്ടു അതവന് തിരികെ കൊടുക്കുക എന്നുള്ളതാണ്. So the incarnational purpose of Christ is to restore everything that man lost as a result of that fall. അപ്പോൾ ആ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, അത് നടപ്പാക്കുന്നതിന് വേണ്ടി യേശു ദൈവം ചെയ്ത 5 കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. In order to fulfill that plan, here we read that God did 5 things. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം മനുഷ്യനെ ചിന്തിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. God has created man for them to think. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നാണ്. The meaning of 30 quite a number of times to understand what it is saying. ഞാനൊരു 10-50 വർഷമായിട്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മനസ്സിലാകാത്ത കുറേ ഭാഗങ്ങൾ എനിക്കിന്നും ബൈബിളിലുണ്ട്. I have been studying and reading the Word of God for around 50 years. Still, there are many portions I do not understand. വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ഒരു വേദഭാഗമാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. And the portion that I'm sharing with you this morning is a portion that I still don't completely understand. ആദ്യം ഓർപ്പിച്ചതുപോലെ ഇത് അങ്ങ് മാറ്റിവെച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചതാണ്. As I said earlier, I thought of just setting it aside. ഇവിടെ ഈ 5 കാര്യങ്ങൾ ഏതാണെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ മാറ്റിവെക്കാൻ ശ്രമിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും. You will understand the reason why I wanted to